എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻ വീഡിയോകളുടെ കമൻറ്റ് ബോക്സിലും മറ്റുമൊക്കെ കുട്ടികൾ ചോദിച്ച നിരവധിയായ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നൽകാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ എസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ വരുന്ന 5ാമത്തെ വീഡിയോ ആണ്. ഇതിന് മുൻപുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോസും കൂടി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ NSSൽ ചേരാനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും NSSൽ ചേർന്ന ശേഷം NSSൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും ആക്റ്റീവായി തുടങ്ങിയിട്ടില്ലാത്തൊരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾ ഇതുറപ്പായും ഈ വീഡിയോ കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരുപാട് കുട്ടികൾ ചോദിച്ച ഒരു കാര്യമാണ് NSSൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. NSSൻ്റെ പ്രവർത്തനം ഇന്നതാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും പൊതുവെ ജനസേവനത്തിന് വേണ്ടിയിട്ടും പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് NSS. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഏതൊരു കാര്യവും NSSൻ്റെ പ്രവർത്തനമായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതുകൊണ്ട് NSSന് ഇന്നതായ ഒരു പ്രവർത്തനങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ തീർച്ചയായിട്ടും ഒരു വർഷം നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ വിവിധ 3ആയിട്ടാണ് തിരിക്കാറുള്ളത്. കമ്മ്യൂണിറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ സ്കൂളിന് പുറത്ത് നിങ്ങൾക്കൊരു ദത്ത് ഗ്രാമം ഓരോ NSS യൂണിറ്റിലുണ്ടാവും. ആ ഗ്രാമത്തിൽ വിദ്യാർത്ഥികൾ ചേർന്ന് ചെയ്യേണ്ട വർക്കുകളാണ് കമ്മ്യൂണിറ്റി വർക്ക്സ് എന്ന് പറയുക. അത് നിശ്ചിത മണിക്കൂർ നേരം നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിച്ചിരിക്കണം. അങ്ങനെ പിന്നീട് 2ാമത്തെ കാറ്റഗറി ഓഫ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ക്യാമ്പസ് വർക്കാണ്. ക്യാമ്പസ് വർക്കിൽ വരുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കൂൾ ക്യാമ്പസിനുള്ളിൽ നിങ്ങൾ ചെയ്തിരിക്കേണ്ട സന്നദ്ധ പ്രവർത്തനങ്ങൾ. അതും നിശ്ചിതമായിട്ടുള്ളൊരു സമയം ഓരോ വർഷവും ഇത്ര മണിക്കൂർ ചെയ്യണമെന്നുണ്ട്. അത് അത്രയും നിങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ 3ാമത്തെ തരം വർക്ക് എന്ന് പറയുന്ന ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ആണ്. അത് നിങ്ങൾക്ക് NSSുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ ലഭിക്കും. അത് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ് ആ ഒരു 3ാമത്തെ തരം പ്രവർത്തനം. സോ ഇത്തരത്തിൽ 3 പ്രവർത്തനങ്ങളാണ് NSSൽ പ്രധാനമായിട്ടും ഉള്ളത്. ഈ 3 പ്രവർത്തനങ്ങളുടെ കീഴിൽ മറ്റ് ഏത് തരത്തിലുള്ള ആക്ടിവിറ്റീസും വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നിങ്ങൾക്ക് ഓരോ വർഷവും 120 മണിക്കൂറാണ് വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ 2 വർഷമായിരിക്കും. നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവലിലാണെങ്കിൽ NSSൽ പ്രവർത്തിക്കുക. 2 വർഷം കൂടി ചേർത്ത് 240 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, NSSന് വേണ്ടിയിട്ട് ഈ 3 ടൈപ്പ് ഓഫ് വർക്ക്സും ചെയ്ത് തീർക്കണം. ഇത്രയാണ് NSSൻ്റെ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചൊരു ചോദ്യമാണ്, NSS ചേരുന്നതിന് പണം കൊടുക്കണമെന്ന്. സത്യം പറയാൻ നിങ്ങളുടെ ഓരോ സ്കൂളിലും വ്യത്യസ്തമായിട്ടുള്ളൊരു നിയമമാണ് ഈ പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. അതായത് പറയുന്നതിന് മുൻകൂടിയായിട്ട് ഒരു കാര്യം കൂടി പറയാം. ഈ ഒരു ചോദ്യം പല കുട്ടികളും കമൻറ്റ് ബോക്സിലൂടെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ പരിമിതമായൊരു അറിവ് വെച്ചിട്ട്, ഞാൻ NSSൽ കഴിഞ്ഞ വർഷം വരെയും സജീവമായ എൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. സോ അതുവരെയുള്ള എൻ്റെ പരിമിതമായൊരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പല കുട്ടികൾക്കും പണം നൽകേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ കൃത്യമായി അന്വേഷിച്ചപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലായത്. അത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. നമ്മുടെ സ്റ്റേറ്റിലുള്ള സംസ്ഥാനത്തുള്ള എല്ലാ NSS യൂണിറ്റുകളെയും നമുക്ക് 2ആയി തിരിക്കാൻ പറ്റും. ഒന്ന് സെൽഫ് ഫിനാൻസിങ് NSS യൂണിറ്റുകളും മറ്റത് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള NSS യൂണിറ്റുകളുമാണ്. നിങ്ങളുടെ സ്കൂള് ഇതിലേത് കാറ്റഗറി ആണെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടി വരും. നിങ്ങളുടെ സ്കൂള് സെൽഫ് ഫണ്ടഡ് ആയിട്ടുള്ള NSS യൂണിറ്റ് ആണെങ്കിൽ അവിടെ നിങ്ങൾ പണം നൽകേണ്ടി വരും NSSൽ ചേരുന്നതിന്. കാരണം അവിടെ NSS യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് ഫണ്ട് അനുവദിക്കത്തില്ല. സോ അത്തരം NSS യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് ഇതിൽ അംഗമാകുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയായിരിക്കും അത്തരം NSS യൂണിറ്റുകൾ പ്രവർത്തിക്കുക. അതുകൊണ്ട് നിങ്ങളൊരു സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള NSS യൂണിറ്റിലാണ് ചേരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ NSSൽ ചേരാൻ കുറച്ച് പണം നൽകേണ്ടതായിട്ട് വരും. അത് എത്ര രൂപയാണെന്നുള്ളതൊക്കെ അതാത് സ്കൂളുകളാണ് തീരുമാനിക്കുന്നത്. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് NSS യൂണിറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള NSS യൂണിറ്റാണ്. ഞാൻ കഴിഞ്ഞ വർഷം വരെയും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു NSS യൂണിറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫണ്ടഡ് ആണ്. അതുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ നിന്നും നമ്മൾ പൈസയൊന്നും വാങ്ങത്തില്ല. ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ ഫണ്ട് കിട്ടുന്ന ഒരു NSS യൂണിറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള NSS യൂണിറ്റുകൾക്ക് നിങ്ങൾ അംഗമാകാൻ 1 രൂപ പോലും കൊടുക്കേണ്ടതില്ല. നിങ്ങൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് NSSൻ്റെ ബാഡ്ജും
പിന്നെ NSSനായിട്ടൊരു ഡയറി ഉണ്ടാവും. ഇത് രണ്ടും വാങ്ങാനായിട്ട് ചിലപ്പോൾ ഒരു 100-150 രൂപ അടയ്ക്കേണ്ടി വരും എന്നതല്ലാതെ മറ്റ് സാമ്പത്തിക ചിലവുകളൊന്നും തന്നെ നിങ്ങളൊരു ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള NSS യൂണിറ്റിൽ ചേരുന്നത് ഇല്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടി വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം ഒരുപാട് കുട്ടികൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ച കാര്യമാണ്, ക്ലാസ് സമയങ്ങളിൽ NSSൻ്റെ പ്രവർത്തനം ഉണ്ടാവുമോ? മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, വെക്കേഷന് സാറ്റർഡേ സൺഡേ നമുക്ക് NSSൻ്റെ പ്രവർത്തനം ഉണ്ടാകുമോ എന്നത്. ആദ്യം തന്നെ പറയട്ടെ, NSSുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ സ്കൂളിലെയും പ്രോഗ്രാം ഓഫീസേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു കർശന നിർദ്ദേശമാണ് ഒരു കാരണവശാലും NSSൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പഠനത്തെയോ അക്കാദമിക്സിനെയോ ബാധിക്കരുത് എന്നത്. അതിനാൽ തന്നെ ഒരിക്കലും NSSൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നിങ്ങളെ പുറത്ത് കൊണ്ടുപോയി ജോലി ചെയ്യിപ്പിക്കുന്ന തരത്തിലൊന്നും NSSൻ്റെ പ്രവർത്തനങ്ങൾ പോവത്തില്ല. അത് തീർച്ചയായിട്ടും NSS പ്രവർത്തനങ്ങളുണ്ടാവുക ചിലപ്പോൾ സ്കൂൾ വിട്ടതിന് ശേഷം വൈകുന്നേരം കുറച്ച് സമയമായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പല വോളണ്ടിയേഴ്സും ചിലപ്പോൾ രാവിലെ വന്നിട്ട് ചില വർക്ക്സ് ചെയ്യേണ്ടി വരും. ഇത്തരത്തിലായിരിക്കും നിങ്ങളുടെ NSSൻ്റെ വർക്കുകൾ ഉണ്ടാവുക. ഒരിക്കലും നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് NSSൻ്റെ വർക്ക്സിനായിട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് നിയമം. ചില സന്ദർഭങ്ങളിൽ ചില സ്കൂളുകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കാറുണ്ടെങ്കിലും ഒരിക്കലും അത് എല്ലാ ദിവസവും നിങ്ങളുടെ എല്ലാ ക്ലാസ്സും കിട്ടാത്ത രീതിയിലൊന്നും NSSൻ്റെ വർക്കുകൾ പോവില്ല. പിന്നെ സാറ്റർഡേ സൺഡേ NSS വർക്ക് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ സാറ്റർഡേ ഉണ്ടാവും. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസേഴ്സും ലീഡേഴ്സും തീരുമാനിക്കുന്ന അനുസരിച്ചായിരിക്കും വർക്കുകൾ ഉണ്ടാവുക. ഒരിക്കലും ഞായറാഴ്ച ദിവസങ്ങളിൽ NSSൻ്റെ വർക്ക് ഉണ്ടാവില്ല. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞായറാഴ്ച ഒരു വേൾഡ് ഹോളിഡേ ആണ്, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ മതപരമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരിക്കലും NSSൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകത്തില്ല, ശനിയാഴ്ച ദിവസങ്ങളിൽ ഉണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. ഇത് നമ്മുടെ തൊട്ട് മുമ്പായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കുട്ടികൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ പറയാം. അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ഞാൻ നൽകുന്നതായിരിക്കും. പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിച്ച മറ്റൊരു വീഡിയോ ആണ് സ്കൗട്ട് ആൻഡ് ഗൈഡുമായി ബന്ധപ്പെട്ട് ചേരുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യുമെന്ന്. അത് നാളെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. കുറച്ച് കാര്യങ്ങൾ അതിന് വേണ്ടി കളക്ട് ചെയ്യുന്നതിനായിട്ടാണ് കുറച്ച് ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഡിലേ വന്നത്. സോ നാളെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡുമായി ബന്ധപ്പെട്ട വീഡിയോസും വരുന്നതായിരിക്കും. ദെൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഒരു സന്തോഷ വാർത്തയുള്ളത് നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് തികച്ചിരിക്കുകയാണ്. സോ നമ്മുടെ ജേർണിയിൽ കൂടെ വന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ദെൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.